ഹലോ മക്കളെ, വെൽക്കം ടു JP's ജൂനിയർ. ഞാൻ നിങ്ങളുടെ സ്വന്തം റിയ മിസ്. അപ്പോൾ മിസ് ഇന്ന് വന്നിട്ടുള്ളത് 10th ഹിസ്റ്ററിയിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മളോട് എപ്പോഴും എന്താണ് എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു റെവല്യൂഷൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നമ്മുടെ റെവല്യൂഷൻ ദാറ്റ് ഇൻഫ്ലുവൻസ്ഡ് വേൾഡ് എന്നാണ് നമ്മുടെ ഹിസ്റ്ററിയിലെ ഫസ്റ്റ് ചാപ്റ്റർ അല്ലേ. അതിൽ നമുക്ക് മെയിനായിട്ടും 5 റെവല്യൂഷനാണ് പഠിക്കാനുള്ളത്. അതിൽ എപ്പോഴും എക്സാമിന് കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു റെവല്യൂഷനാണ് അമേരിക്കൻ റെവല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അമേരിക്കൻ വിപ്ലവം അല്ലേ, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾ പഠിക്കാൻ സെറ്റായിട്ടിരിക്കുകയാണല്ലോ മക്കളെ. ഓക്കെ, അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് ഏറ്റവും ആദ്യം പഠിക്കാനുള്ള റെവല്യൂഷനും അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ അമേരിക്കൻ റെവല്യൂഷനാണ് പഠിക്കാനുള്ളത്. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ, ആദ്യം തന്നെ നമ്മുടെ അമേരിക്ക അല്ലെങ്കിൽ അമേരിക്കനെ കോളനിയാക്കി മാറ്റിയ രാജ്യം ഏതാണെന്ന് അറിയണം അല്ലേ. അപ്പോൾ അമേരിക്കനെ കോളനിയാക്കി മാറ്റിയ രാജ്യം ഏതാണ് മക്കളെ? ഏതാണ്? യെസ്, ഇംഗ്ലണ്ട് ആണ് അല്ലേ. ഇംഗ്ലണ്ട് ആണ്. ഈ ഇംഗ്ലണ്ടുകാർ അമേരിക്കയിലേക്ക് വന്നത് ഏത് സെഞ്ചുറിയിലാണെന്ന് നമുക്ക് നോക്കിയാലോ. ഓക്കെ, അപ്പോൾ ഇംഗ്ലണ്ടുകാർ 16th സെഞ്ചുറിയിൽ അമേരിക്കൻ്റെ ഏത് ഭാഗത്തായിട്ടാണ് വന്നത്? ഏത് ഭാഗത്താ? യെസ്, നോർത്ത് അമേരിക്കയിലാണ് അല്ലേ. ഓക്കെ, അപ്പൊ 16th സെഞ്ചുറിയിൽ ഇംഗ്ലണ്ടുകാർ അമേരിക്കൻ്റെ നോർത്ത് അമേരിക്കയിൽ വന്നു. എന്നിട്ട് എന്ത് ചെയ്തു? 16th സെഞ്ചുറിയിൽ നോർത്ത് അമേരിക്കയിൽ വന്നെങ്കിലും അവരെന്ത് ചെയ്തു? അമേരിക്കയിൽ ഏകദേശം ഒരു 18ാം നൂറ്റാണ്ടായപ്പോഴേക്ക് എന്തായി? ഇംഗ്ലണ്ടുകാർ അമേരിക്കയിൽ 16ാം നൂറ്റാണ്ടിൽ വന്നു. 18ാം നൂറ്റാണ്ടായപ്പോഴേക്കും അമേരിക്കേൻ്റെ അല്ലെങ്കിൽ നോർത്ത് അമേരിക്കേൻ്റെ 13 കോളനികൾ ഇംഗ്ലണ്ടുകാരുടെ കൺട്രോളിലാക്കി. എത്ര കോളനികളാ? 13 കോളനികളാണ് കേട്ടോ. ഓക്കെ, 13 കോളനീസ് ഇംഗ്ലണ്ടിന്റെ കൺട്രോളിലാക്കി. ഓക്കെ, ഈ ഇംഗ്ലണ്ടുകാരെ എന്തിനായിരിക്കും ഈ നോർത്ത് അമേരിക്കനെ കോളനിയാക്കി മാറ്റിയത്? നിങ്ങൾക്കറിയോ അത്? അതായത് അമേരിക്കയിൽ ഒരുപാട് റിസോഴ്സസ് ഉണ്ട് അല്ലേ. ആ റിസോഴ്സസ് കൈക്കലാക്കാൻ വേണ്ടിയിട്ടാണ് ആരെത്തിയത്? ഇംഗ്ലണ്ടുകാർ നോർത്ത് അമേരിക്കയിൽ എത്തിയത്. നമുക്കറിയാലോ അത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു? ഇംഗ്ലണ്ടുകാർ എന്തിനു വേണ്ടിയിട്ടാണ് നോർത്ത് അമേരിക്കയിലെ 13 കോളനികൾ പിടിച്ചെടുത്തത്? നിങ്ങൾക്കറിയാം അല്ലേ. ഓക്കെ, അതായത് നോർത്ത് അമേരിക്കയിൽ വന്നിട്ട് ഇവിടെയുള്ള റോ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അസംസ്കൃത വസ്തുക്കൾ അല്ലേ. ആ റോ മെറ്റീരിയൽസ് ഇവിടുന്ന് നേരെ കളക്ട് ചെയ്ത് എങ്ങോട്ട് പോകും? ഇംഗ്ലണ്ടിലേക്ക് പോകും അല്ലേ. അവിടുന്ന് സാധനങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ട് ആ സാധനങ്ങൾ സെയിൽ ചെയ്യാൻ വീണ്ടും എങ്ങോട്ട് വരും? അമേരിക്കൻ്റെ ഈ 13 കോളനികളിലേക്ക് വരും. ചുരുക്കി പറഞ്ഞാൽ അവർ ഈ നോർത്ത് അമേരിക്കനെ, അവരെന്ന് പറയുന്ന ആരാണ്? ഇംഗ്ലണ്ടുകാരാണ് അല്ലേ. ഇംഗ്ലണ്ടുകാർ ഈ നോർത്ത് അമേരിക്കനെ എന്തായിട്ടാണ് കണ്ടത്? അവരുടെ ഒരു മാർക്കറ്റായിട്ട് മാത്രമായിരുന്നു കണ്ടത്. ഓക്കെ അല്ലേ? അതിനു വേണ്ടിയിട്ട് ഇംഗ്ലണ്ടുകാർ നോർത്ത് അമേരിക്കയിൽ നടപ്പിലാക്കിയിട്ടുള്ളൊരു പോളിസി ഉണ്ട് അല്ലെങ്കിൽ ഒരു നയമുണ്ട്. ആ നയത്തിന് പറയുന്ന പേരെന്താ? എന്താണ് പേര്? യെസ്, മെർക്കന്റിലിസം എന്നാണ് അല്ലേ മക്കളെ. ഓക്കെ, മെർക്കന്റിലിസം. ഓക്കെ അല്ലേ, മെർക്കന്റിലിസം അല്ലേ. എന്തിനു വേണ്ടിയിട്ട് അവർ നടപ്പിലാക്കിയെന്ന് അറിയാലോ. അതായത് അമേരിക്കയിൽ ഇംഗ്ലണ്ടുകാർ വന്ന് നടപ്പിലാക്കിയിട്ടുള്ള നയമാണ് മെർക്കന്റിലിസം. ഈ മെർക്കന്റിലിസത്തിൽ മെയിൻ ആയിട്ട് നമുക്ക് എത്ര ലോസ് പഠിക്കാനുണ്ട് മക്കളെ? എത്ര ലോസ് പഠിക്കാനുണ്ട് മെർക്കന്റിലിസത്തിൽ? യെസ്, 5 ലോസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് അല്ലേ. 5 ലോസ് പഠിക്കാനുണ്ട്. ആ 5 ലോസ് ഏതൊക്കെയാണ്? യെസ്, ഒന്നാമത്തത് എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കറിയാം ഈ സൈഡിൽ ഇംഗ്ലണ്ടുകാരാണ് അമേരിക്കനെ എന്താക്കി മാറ്റിയത്? കോളനിയാക്കി മാറ്റിയത് അല്ലേ. ഓക്കെ അല്ലേ? ഇംഗ്ലണ്ടുകാരാണ് അമേരിക്കനെ കോളനിയാക്കി മാറ്റിയത്, നമുക്കറിയാലോ. അപ്പോൾ ഈ ഇംഗ്ലണ്ടുകാർ അമേരിക്കയിൽ നടപ്പിലാക്കിയിട്ടുള്ള നയമാണ് മെർക്കന്റിലിസം. ആ 5 നയങ്ങൾ എന്താണെന്ന് എൻ്റെ മക്കൾ നിർബന്ധമായിട്ടും പഠിക്കണം. കാരണം എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ് മെർക്കന്റിലിസം എന്താണ്, മെർക്കന്റിലിസത്തിൽ വരുന്ന ലോസ് ഏതൊക്കെയാണ്. ഓക്കെ, ഒന്നാമത്തെ ലോസ് ഏതൊക്കെയാ? ഒന്നാമത്തെ ലോ അതായത് ഇത്രയേ ഉള്ളൂ. അമേരിക്കയിൽ നിന്നോ ഇംഗ്ലണ്ടിൽ നിന്നോ സാധനങ്ങൾ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് കൊണ്ടുപോകുന്നത് എങ്ങനെയായിരിക്കണം? ഒന്നുകിൽ അമേരിക്കൻ കോളനിയിൽ നിർമ്മിച്ചിട്ടുള്ള കപ്പലിലായിരിക്കണം, അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൻ്റെ കപ്പലിലായിരിക്കണം. അതായത് ഈ 2 കപ്പൽ, അതായത് ഇംഗ്ലണ്ടിൻ്റെയോ അമേരിക്കേൻ്റെയോ കപ്പലിൽ മാത്രമായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? ഇംഗ്ലണ്ടിൽ നിന്ന് സാധനങ്ങൾ അമേരിക്കയ്ക്ക് കൊണ്ടുപോകുന്നതോ അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്ന് സാധനങ്ങൾ ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോകുന്നതോ. അതാണ് ഒന്നാമത്തെ ലോ.
രണ്ടാമത്തെ ലോ ഈ അമേരിക്ക എന്ന് പറയുന്നത് ഏത് ഭാഗമാണ് ചിന്തിക്കണം കേട്ടോ, നോർത്ത് അമേരിക്കയാണേ. അപ്പം നോർത്ത് അമേരിക്കയിലെ എല്ലാ ലീഗൽ ഡോക്യുമെൻറ്റ്സ് ഉണ്ടാവും അല്ലേ, നിയമപരമായിട്ടുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സിലും അമേരിക്കേൻ്റെ സീലല്ല വേണ്ടത്, അമേരിക്കേൻ്റെ സീലോ അല്ലെ അമേരിക്കേൻ്റെ സ്റ്റാമ്പ് അല്ല വേണ്ടത്. പകരം ആരുടെ സ്റ്റാമ്പാണ് വേണ്ടത്? ഇംഗ്ലണ്ടിൻ്റെ സ്റ്റാമ്പാണ് വേണ്ടത്. ഓക്കെ, അതായത് ഈ ഇംഗ്ലണ്ടിൻ്റെ സ്റ്റാമ്പ് എന്തിൽ വേണം? അമേരിക്കയിലുള്ള എല്ലാ ലീഗൽ ഡോക്യുമെൻറ്റ്സിലും ഇംഗ്ലണ്ടിൻ്റെ സ്റ്റാമ്പ് വേണം. എന്നാൽ മാത്രമേ അതിന് എന്തുള്ളൂ മക്കളെ? അപ്രൂവൽ ഉണ്ടാവുള്ളൂ. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ, ഇനി മൂന്നാമത്തെ മെർക്കൻഡിലിസം ലോയാണ്. ഇപ്പോൾ അമേരിക്കയിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളാണ് ടുബാഗോ, ഷുഗർ കാൻ, കോട്ടൺ ഇങ്ങനെയുള്ള സാധനങ്ങൾ. ഈ സാധനങ്ങൾ അതായത് നോർത്ത് അമേരിക്കയിൽ 13 കോളനിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ സാധനങ്ങളും എവിടേക്ക് മാത്രമേ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ, കയറ്റുമതി ചെയ്യാൻ പറ്റുള്ളൂ? ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. വേറൊരു യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും കയറ്റി അയക്കാൻ അമേരിക്കയ്ക്ക് എന്തില്ല? അനുവാദം ഉണ്ടായിരുന്നില്ല. ഓക്കെ, അതാണ് മൂന്നാമത്തെ ലോ. ഇനി നാലാമത്തെ ലോ എന്താ നോക്കണ്ടേ? അതായത് ഇംഗ്ലണ്ടിൻ്റെ കുറേ ആർമി അല്ലെങ്കിൽ സൈനികരെ നോർത്ത് അമേരിക്കയിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? ഇനിയിപ്പോൾ ഈ ഇംഗ്ലണ്ട് അറിയാണ്ട് അമേരിക്ക വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് സാധനങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു ആർമി അല്ലെങ്കിൽ ആ ഒരു സൈന്യത്തിൻ്റെ, ഇംഗ്ലണ്ടിൻ്റെ സൈന്യത്തിൻ്റെ, അതായത് 13 കോളനികളിൽ നിലനിർത്തിയിട്ടുള്ള ഇംഗ്ലണ്ടിൻ്റെ സൈന്യത്തിൻ്റെ മൊത്തം എക്സ്പെൻഡിച്ചറും ആര് വഹിക്കണം മക്കളെ? യെസ്, ഈ നോർത്ത് അമേരിക്കയിലെ 13 കോളനിയിൽ ഉള്ള ആളുകൾ വഹിക്കണം. ഓക്കെ, ഭയങ്കര കഷ്ടമല്ലേ? കാരണം എന്താണ്? ഇവരുടെ ആർമീസിൻ്റെ ചെലവ് വരെ ആര് വഹിക്കണം? നോർത്ത് അമേരിക്ക വഹിക്കണം. അത്രയും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ? ഇനി ലാസ്റ്റ് മെർക്കൻഡിലിസം ലോ ഏതാണ്? ഇമ്പോർട്ട് ടാക്സ് ആണ്, അല്ലെങ്കിൽ ഇറക്കുമതി ചുങ്കം. അതായത് ഈ നോർത്ത് അമേരിക്കയിൽ ഉൽപ്പാദിപ്പിക്കാത്ത കുറേ സാധനങ്ങളുണ്ട്. ആ സാധനങ്ങൾ ഇംഗ്ലണ്ടിൽ നിന്ന് മാത്രമേ ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഇംഗ്ലണ്ടിൽ നിന്ന് സാധനങ്ങൾ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്ന സമയത്ത് ഈ നോർത്ത് അമേരിക്കയിലെ 13 കോളനികൾ എന്ത് കൊടുക്കണം? ഇമ്പോർട്ട് ടാക്സ് കൊടുക്കണം, ഇറക്കുമതി ചുങ്കം കൊടുക്കണം. അതായത് വലിയ രീതിയിൽ ടാക്സ് നോർത്ത് അമേരിക്കൻ്റെ കയ്യിൽ നിന്ന് ആര് വാങ്ങിയിട്ടുണ്ട് മക്കളെ? ഇംഗ്ലണ്ടുകാർ വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 5 മെർക്കൻഡിലിസം ലോസ് എന്തൊക്കെയാണെന്ന് എൻ്റെ മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, 5 മെർക്കൻഡിലിസം ലോസ് പഠിച്ചു കഴിഞ്ഞു അല്ലേ? അപ്പോൾ ഈ ഒരു മെർക്കൻഡിലിസം ലോസ് എന്ന് പറയുന്നത് അമേരിക്കയിലുള്ള ആളുകളെ, നോർത്ത് അമേരിക്കയിലുള്ള ആളുകളെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാവുമല്ലോ. എന്തായാലും ഉണ്ടാവും അല്ലേ? അപ്പോൾ എന്താണ് അമേരിക്കക്കാർ അത്രയും എക്സ്പ്ലോയിറ്റേഷൻ നേരിട്ടുകൊണ്ടിരിക്കുക? ആരുടെ കയ്യിൽ നിന്നാണ് എക്സ്പ്ലോയിറ്റേഷൻ നേരിട്ടുകൊണ്ടിരിക്കുന്നത്? യെസ്, ബ്രിട്ടീഷുകാരുടെ അല്ലെങ്കിൽ ഇംഗ്ലണ്ടുകാരുടെ കയ്യിൽ നിന്നാണ് അല്ലേ? അവരുടെ അടുത്ത് നിന്നാണ് അല്ലേ? ഓക്കെ, അപ്പോൾ ഈ അമേരിക്കക്കാരെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുള്ള തിങ്കേഴ്സ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്തിട്ടിരുന്ന 2 തിങ്കേഴ്സ് ഉണ്ടായിരുന്നു. അതാരൊക്കെയാണ് നിങ്ങൾക്ക് അറിയാലോ? ജോൺ ലോക്കും തോമസ് പെയിനും. എൻ്റെ മക്കൾക്ക് അത് അറിയാലോ. ഓക്കെ, അത് പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, അങ്ങനെ എന്താണ് അമേരിക്കയിലുള്ള 13 കോളനിയിലുള്ള എല്ലാ ആളുകളും, മീൻസ് കുറേ ആളുകൾ എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു മീറ്റിംഗ് കൂടി. ആ ഒരു മീറ്റിങ്ങിനെ പറയുന്ന പേരെന്താ? മീറ്റിംഗ്. ഓക്കെ, അത് ഏത് വർഷമാണ് ആ ഒരു മീറ്റിംഗ് കൂടിയെന്ന് അറിയോ നിങ്ങൾക്ക്? ഏത് വർഷമാണ്? 1774 അല്ലേ? 1774 അല്ലേ? അതായത് നോർത്ത് അമേരിക്കയിലെ കുറേ ആളുകൾ എല്ലാവരും കൂടി ചേർന്ന് ഒരു മീറ്റിംഗ് കൂടി. ആ മീറ്റിംഗ് എവിടെയാണ് കൂടിയത് നിങ്ങൾക്ക് അറിയാലോ? എവിടെയാ? ഫിലാഡൽഫിയയിലാണ് അല്ലേ? ഫിലാഡൽഫിയയിലാണ് ആ ഒരു മീറ്റിംഗ് കൂടിയത്. ഓക്കെ, അപ്പോൾ 1774 അമേരിക്കയിലുള്ള ആളുകൾ എല്ലാവരും കൂടി ഒരു മീറ്റിംഗ് കൂടി. ആ മീറ്റിങ്ങിനെ പറയുന്ന പേരാണ് എന്താണ്? ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ് അല്ലേ? ഓക്കെ, ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ്. ഓക്കെ, അപ്പോൾ 1774 ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ് അവർ ആ ഒരു മീറ്റിംഗ് കൂടി. അപ്പോൾ ആ ഒരു മീറ്റിങ്ങിൽ അവർ എയിം ചെയ്തത് എന്താണെന്നറിയോ? അതായത് അവർ ഇത്രയും ചെയ്തിട്ടുള്ളൂ. അതായത് അവർ ഇത്രയും വലിയ രീതിയിൽ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇംഗ്ലണ്ടുകാർ. അപ്പോൾ അവരെന്ത് ചെയ്തു? ഇവരുടെ മേലുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ഈ അമേരിക്കയിലുള്ള 13 കോളനീസിൻ്റെ മേലുള്ള എല്ലാ കൺട്രോൾസും ഒന്ന് കുറച്ച് തരണം എന്ന് പറഞ്ഞ ഒരു റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു പെറ്റീഷൻ ഇംഗ്ലണ്ടിലെ രാജാവിന് അയക്കുക. പെറ്റീഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ അറിയാലോ? ഒരു നിവേദനം അല്ലേ? അപ്പോൾ ഇംഗ്ലണ്ടിലെ കിങ്ങിനാണ് അവർ ആ ഒരു നിവേദനം കൊണ്ട് പോകുന്നത്. പക്ഷെ കിങ് എന്ത് ചെയ്തു മക്കളെ? ഇംഗ്ലണ്ടിലെ രാജാവ് അതിന് എന്ത് ചെയ്തു? അവരെന്ത് ചെയ്തു? സപ്രസ് ചെയ്തു അല്ലേ? അവരെ അടിച്ചമർത്തി. ആ ഒരു നിവേദനം ഒന്നും അയാൾ ആക്സെപ്റ്റ് ചെയ്യുന്നേ ഇല്ല അല്ലേ? അതിനെ എന്ത് ചെയ്തു? സപ്രസ് ചെയ്തു. പക്ഷെ ഇവര് നിന്നില്ല. അവരെന്ത് ചെയ്തു? തൊട്ടടുത്ത വർഷം വേറൊരു മീറ്റിംഗ് കൂടി. ആ മീറ്റിങ്ങിന്റെ പേരെന്താ? തൊട്ടടുത്ത വർഷം എന്ന് പറയുമ്പോൾ എത്രയെന്ന് അറിയാലോ? 1775 അല്ലേ?
സെക്കൻഡ് കോണ്ടിനെന്റൽ കോൺഗ്രസ് അല്ലെ, സെക്കൻഡ് കോണ്ടിനെന്റൽ കോൺഗ്രസും കൂടി. അതായത് ഒന്നാമത്തെ സക്സസ് ആയില്ല, അപ്പൊ രണ്ടാമത് മീറ്റിംഗ് കൂടി. അത് സെക്കൻഡ് കോണ്ടിനെന്റൽ കോൺഗ്രസ് അല്ലെങ്കിൽ രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്നാണ് അറിയപ്പെടുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു സെക്കൻഡ് കോണ്ടിനെന്റൽ കോൺഗ്രസിന്റെ ഹെഡ് ആയിട്ട് നിൽക്കുന്നത് ആരാണ് മക്കളെ? ആരാണ്? ജോർജ് വാഷിങ്ടൺ ആണ് അല്ലേ. നിങ്ങൾക്കറിയാലോ, അത് ജോർജ് വാഷിങ്ടൺ ആണ് അതിന്റെ ഹെഡ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് സെക്കൻഡ് കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നുകൊടുക്കുന്ന സമയത്ത് നമ്മുടെ തോമസ് പെയിൻ ഒരു എന്താ പറയുക, ഒരു ലഘുലേഖ പബ്ലിഷ് ചെയ്തു. അതിന്റെ പേരെന്താ മക്കളെ? അതിന്റെ പേരെന്താ? യെസ്, കോമൺ സെൻസ് എന്നാണ് അല്ലേ. കോമൺ സെൻസ് എന്നാണ് അല്ലേ. കോമൺ സെൻസ് അല്ലേ. അപ്പോൾ ഈ കോമൺ സെൻസ് എന്ന് പറയുന്ന ആ ഒരു ലഘുലേഖയിലൂടെ എന്താ അദ്ദേഹം പറയുന്നത്? ഇംഗ്ലണ്ടും അമേരിക്കയും തമ്മിൽ എന്താവണം? സെപ്പറേറ്റ് ആയാൽ മാത്രമേ അമേരിക്കയ്ക്ക് എന്ത് കിട്ടൂ, നോർത്ത് അമേരിക്കയ്ക്ക് എന്ത് കിട്ടൂ, ഫ്രീഡം കിട്ടുള്ളൂ എന്നാണ് ആ ഒരു കോമൺ സെൻസിലൂടെ അദ്ദേഹം പറയുന്നത് അല്ലേ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം അവിടെയുള്ള ജനങ്ങൾക്ക് എന്തായി? ബുദ്ധി ഉദിക്കാൻ തുടങ്ങിയില്ലേ. അവരെന്താണ് ആ കോമൺ സെൻസ് പറഞ്ഞ പോലെ എന്താണ്, അമേരിക്കയും ഇംഗ്ലണ്ടും ഒരുമിച്ച് പോയാൽ ഒരിക്കലും അമേരിക്കയ്ക്ക് എന്ത് കിട്ടില്ല, ഫ്രീഡം കിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്തു? അമേരിക്കയും ഇംഗ്ലണ്ടും അല്ലെങ്കിൽ അമേരിക്ക ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിഞ്ഞാൽ മാത്രമേ അമേരിക്കയ്ക്ക് എന്ത് കിട്ടുള്ളൂ, സ്വാതന്ത്ര്യം കിട്ടുള്ളൂ അല്ലേ. അപ്പോൾ എന്ത് ചെയ്തു? അവർ അവിടെയുള്ള ജനങ്ങൾക്കുള്ളിൽ എന്ത് ചെയ്തു? അങ്ങനെ തിങ്ക് ചെയ്ത് അവർ അവസാനം എന്ത് ചെയ്തു? തൊട്ടടുത്ത വർഷം അവരെന്ത് ചെയ്തു? 1776 അവരെന്ത് ചെയ്തു മക്കളെ? ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് അല്ലേ, സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി അല്ലേ. ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്. ഓക്കെ, ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്. ഓക്കെ, ഈ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസിന് ശേഷമാണ് മക്കളെ അമേരിക്കയും നോർത്ത് അമേരിക്കയും അതുപോലെ ഇംഗ്ലണ്ടും തമ്മിലുള്ള വാറ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. അങ്ങനെ യുദ്ധം തുടങ്ങി കേട്ടോ. അമേരിക്കയും ഇംഗ്ലണ്ടും തമ്മിൽ എന്തായി? യുദ്ധം തുടങ്ങി. അങ്ങനെ കുറച്ച് കാലം ആ യുദ്ധം അങ്ങനെ നീണ്ടു നിന്നു. അങ്ങനെ അവസാനം കുറേയൊക്കെ കഴിഞ്ഞ് ആ യുദ്ധം അവസാനിക്കുന്നത് എപ്പോഴാണെന്നറിയോ മക്കളെ? 1781 എന്തായി? അമേരിക്കയും ഇംഗ്ലണ്ടും അല്ലേ, അമേരിക്കയും ഇംഗ്ലണ്ടും തമ്മിലുള്ള വാർ എന്ത് ചെയ്തു? അവസാനിച്ചു. ഓക്കെ, വാർ അവസാനിച്ചു. പക്ഷെ ആ 13 കോളനികൾ എപ്പോഴാണ് സ്വതന്ത്രമായത് നിങ്ങൾക്ക് അറിയണ്ടേ? എപ്പോഴാ മക്കളെ? എപ്പോഴാ? യെസ്, 1783 അല്ലേ. 1783 എന്തായി? അതായത് യുദ്ധമൊക്കെ അവസാനിച്ചു. അവസാനം എന്താണ്? 1783 ഈ 13 കോളനികൾ, അമേരിക്കേൻ്റെ 13 കോളനികൾ എന്തായി മക്കളെ? സ്വതന്ത്രമായി. അതൊരു ട്രീറ്റിയിലൂടെയാണ് അല്ലേ. അത് ഏത് ട്രീറ്റി പ്രകാരമാണ് അല്ലെങ്കിൽ അത് ഏത് ഉടമ്പടി പ്രകാരമാണ് അമേരിക്കയിലെ 13 കോളനികൾ സ്വതന്ത്രമായി അറിയണ്ടേ? ഏത് ട്രീറ്റിയാ? ഏത് ട്രീറ്റിയാടാ? യെസ്, ട്രീറ്റി ഓഫ് പാരീസ് അല്ലേ. പാരീസ് ഉടമ്പടി പ്രകാരമാണ് അമേരിക്കയിലെ 13 കോളനികൾ സ്വതന്ത്രമായത് അല്ലേ. അതിനുശേഷം എന്തായി? അമേരിക്കയ്ക്കായിട്ടൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവുകയും അമേരിക്കയിലെ ഫസ്റ്റ് പ്രസിഡൻ്റായിട്ട് നമ്മുടെ ജോർജ് വാഷിങ്ടൺ അധികാരത്തിൽ വരികയും ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അമേരിക്കൻ റവല്യൂഷനിൽ പഠിക്കാനുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് മിസ് വിചാരിക്കുന്നു അല്ലേ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനോട് ചോദിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു അമേരിക്കൻ റവല്യൂഷൻ കഴിഞ്ഞു. പിന്നെ എക്സാമിന് ചോദിക്കുക എന്താ അറിയോ? അമേരിക്കൻ റവല്യൂഷൻ മാത്രമല്ല, അമേരിക്കൻ റവല്യൂഷൻ്റെ റിസൾട്ട് ചോദിക്കും. ആ റിസൾട്ട് 4 പോയിന്റ്സ് നിങ്ങൾ ഇപ്പം തന്നെ പഠിക്കണം കേട്ടോ മക്കളെ. ഓക്കെ, അപ്പോൾ അമേരിക്കൻ വാറിൻ്റെ റിസൾട്ട് എന്തൊക്കെയാണ് നമുക്ക് നോക്കിയാലോ? ഓക്കെ അല്ലേ. ഒന്നാമത്തെ റിസൾട്ട് എന്താ? അതായത് അപ്പോൾ അമേരിക്കൻ റവല്യൂഷൻ അല്ലെങ്കിൽ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, അതായത് ഒന്നാമത്തെ പോയിന്റാണ് മിസ് പറയാൻ പോകുന്നത്. അമേരിക്കൻ്റെ റവല്യൂഷൻ്റെ റിസൾട്ടാണ് പറയാൻ പോകുന്നത്. ഒന്നാമത്തത് ഗേവ് മോട്ടിവേഷൻ ആൻഡ് ഡയറക്ഷൻ ഓഫ് ഏർലി ഫ്രീഡം സ്ട്രഗിൾസ്. അതായത് ഗേവ് മോട്ടിവേഷൻ, അതായത് ബാക്കിയുള്ള, അതായത് പിൽക്കാലത്ത് പിന്നീട് ഉണ്ടായിട്ടുള്ള എല്ലാ റവല്യൂഷനും ഒരു മോട്ടിവേഷൻ കൊടുത്തത് അമേരിക്കേൻ്റെ റവല്യൂഷനാണ് മക്കളെ. ക്ലിയർ അല്ലേ ഒന്നാമത്തെ പോയിന്റ്? രണ്ടാമത്തെ പോയിന്റ്, ലോകത്തിൽ തന്നെ ആദ്യത്തെ റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് പറയുന്നത് നമ്മുടെ അമേരിക്കേൻ്റെ ആണ് അല്ലേ. എഴുതപ്പെട്ട ഭരണഘടനയാണ് അല്ലേ. ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനയാണ് അമേരിക്കേണ്ടത്. അപ്പോൾ സെക്കൻഡ് പോയിന്റ് കിട്ടിയല്ലോ. മൂന്നാമത്തെ പോയിന്റ്, ഫെഡറൽ സിസ്റ്റം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് മുന്നോട്ട് വെച്ചത് ആരാണ്? അമേരിക്കയാണ്. ക്ലിയർ അല്ലേ? എന്താ ഫെഡറൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ? ഓക്കെ, നമ്മുടെ ഇന്ത്യ ഫോളോ ചെയ്യുന്നത് എന്താണ്? ഫെഡറൽ സിസ്റ്റം അല്ലേ. ഇന്ത്യയിലെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ എല്ലാം നടത്തുന്നത് ഒരു ഗവൺമെൻറ് മാത്രമാണോ? അല്ലല്ലോ, 2 ഗവൺമെൻറ് ഉണ്ട് അല്ലേ. സെൻട്രലും ഉണ്ട്, സ്റ്റേറ്റും ഉണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു ഫെഡറൽ സിസ്റ്റം എന്ന് പറയുന്ന ഒരു ആശയം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? അമേരിക്കയാണ്. അപ്പം മൂന്നാമത്തെ പോയിന്റ് കിട്ടിയല്ലോ.
നാലാമത്തെ പോയിന്റ്, റിപ്പബ്ലിക്കൻ ഫോം ഓഫ് ഗവൺമെൻറ് എന്ന് പറയുന്ന ഒരു ആശയവും മുന്നോട്ട് വെച്ചത് നമ്മുടെ അമേരിക്ക അല്ലെങ്കിൽ അമേരിക്കൻ റവല്യൂഷൻ ആണ്. അപ്പോൾ ഈ 4 പോയിന്റ്സും അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എസ്സേ ചോദിക്കുന്ന സമയത്ത് ഈ 4 പോയിന്റ്സും അതിൽ ഇൻക്ലൂഡ് ചെയ്താൽ എൻ്റെ മക്കൾക്ക് 6 മാർക്ക് കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, സെറ്റല്ലേ മക്കളെ? ക്ലിയർ ആണല്ലോ? അപ്പോൾ മിസ് എന്ത് ചെയ്യും, ഈ ഒരു ചാപ്റ്ററിൽ തന്നെ അടുത്തൊരു റവല്യൂഷനായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് പെട്ടെന്ന് തന്നെ വരും കേട്ടോ. ഓക്കെ, ബൈ മക്കളെ.